ഈ കാണുന്ന ഹട്ടിൽ 500 രൂപക്ക് മൂന്നാറിൽ താമസിച്ചാൽ എങ്ങനെ ഉണ്ടാവും? മൂന്നാർ സീരീസിലെ പാർട്ട് 2ലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൂന്നാർ ടൗണും കഴിഞ്ഞ് ഞങ്ങളിപ്പോ ഇതാ മാട്ടുപ്പെട്ടി ഡാമിന്റെ മുന്നിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. മൂന്നാറിനെ അതിമനോഹരമാക്കുന്ന തേയിലത്തോട്ടത്തിന്റെ നടുവിലാണ് ഞങ്ങൾ വണ്ടി നിർത്തിയത്. സത്യം പറയണമെങ്കിൽ വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു ഇവിടെ. ഈ ഭാഗത്താണെങ്കിൽ ആരും ഇല്ലായിരുന്നു. മാക്സിമം എൻജോയ് ചെയ്തു ഞങ്ങൾ. പോരാത്തിന് ഒടുക്കത്തെ തണുപ്പൂട്ടോ. ഡാൻസ് കളിച്ചിട്ടും ഓടിയിട്ടും ചാടിയിട്ടും മറിഞ്ഞിട്ടും തിരിഞ്ഞിട്ടും വല്ലാത്തൊരു സംഭവമായിരുന്നു കേട്ടോ. ശരിക്കും ഇതൊക്കെയല്ലേ നമ്മുടെ ട്രിപ്പിനെ അങ്ങോട്ട് എൻജോയ് ആക്കുന്നത്. ഏതായാലും ഇവിടെ ഞങ്ങൾ ഒരു അരമണിക്കൂർ നിന്നതിന് ശേഷം നേരെ വിട്ടത് മൂന്നാറിന്റെ മറ്റൊരു അത്ഭുതമായ വട്ടവടയിലേക്കാണ്. വട്ടവടയിൽ കയറുന്നതിന് മുന്നേ നമ്മുടെ വണ്ടി നമ്പറൊക്കെ കൊടുത്തിട്ട് വേണം കയറാൻ. പോകുന്ന വഴി നല്ല അടിപൊളി കാണാനൊക്കെ കാഴ്ചയുണ്ട്. കുറച്ച് ആളുകളൊക്കെ അവിടെ ഉണ്ടാവും സ്ട്രോബെറി തോട്ടൊക്കെ കാണിച്ചു തരാനായിട്ട്. സ്ട്രോബെറിയുടെ സീസണാണ് ഇനി വരാനായിട്ട് പോകുന്നത്. ഞങ്ങൾ ചെന്ന സമയത്ത് ഈ സാധനം ഉണ്ടാവുന്നേ ഉള്ളൂ. ശരിക്കും അങ്ങോട്ട് ആയിട്ടില്ല. ഡിസംബർ മാസം പകുതി ആവുമ്പോഴേ ആവുള്ളൂ. ആ കാണുന്ന ദൂരെ ഒരു ഹട്ട് കണ്ട് നിങ്ങൾ. ഇവിടെയാണ് ഞങ്ങൾ ഇന്ന് ഫ്രഷപ്പ് ആവാനായിട്ട് പോകുന്നത്. ഹട്ടിലേക്ക് പോകുന്തോറും അതിന്റെ ബ്യൂട്ടി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കണം മക്കളെ. പോരാത്തിന് ചെറിയൊരു ചാറ്റൽ മഴ. പക്ഷെ എന്റെ മോനെ ഒരു രക്ഷയില്ല കേട്ടോ. ഇതിനെ ഏറ്റവും മനോഹരമാക്കുന്നത് ഇവിടുത്തെ ക്ലൈമറ്റ് ആണ് കേട്ടോ. ഏതായാലും നമ്മൾ ഹട്ടിലേക്ക് പ്രവേശിച്ചു. ചെറിയൊരു റൂമുണ്ട്, ഒരു ബാൽക്കണി ഉണ്ട്. ബാൽക്കണിയിൽ കാഴ്ചയാണെങ്കിൽ അതിഗംഭീരം കേട്ടോ. കുറച്ചുകൂടെ മഴയുള്ള സമയത്താണെങ്കിൽ നാലേച്ച് നോക്കി അടിപൊളി, ഒരു രക്ഷ ഉണ്ടാവില്ല. കാരണം ഈ ഭാഗത്തൊക്കെ നന്നായിട്ട് വെള്ളം ഉണ്ടാവും. അപ്പൊ അത് പോകുന്നത് കാണാൻ തന്നെ വളരെ രസമായിരിക്കും. ഈ ഒരു ഹട്ട് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ കപ്പിൾസിനാണ് ഏറ്റവും ബെറ്റർ. ഫ്രഷ് ആവാൻ വേണ്ടി മാത്രം കയറിയതാണ് ഞങ്ങൾ ഇവിടെ. ഒരാൾക്ക് 100 രൂപയാണ് ചാർജ് വരുന്നത്. അങ്ങനെ 5 ആൾക്ക് 500 രൂപ. അപ്പൊ ഏതായാലും മൂന്നാറിലെ അടിപൊളി വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.